നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് ISL ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടും തീരുമാനമായതായിട്ടാണ് ISLൻ്റെ ഒഫീഷ്യൽ ഫിക്സറിൽ പറയുന്നത്. നേരത്തെ ടെൻറ്റേറ്റീവ് ഫിക്സർ പുറത്തേക്ക് വന്നിരുന്നല്ലോ, AFF പുറത്തുവിട്ടിരുന്നു. അന്ന് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് TBC ടു ബി കൺഫേംഡ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. പുതുക്കിയ, അതായത് ഫൈനൽ ഫിക്സർ തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ നടക്കുക JLN ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലായിരിക്കും എന്ന് തന്നെ അറിയിക്കുന്നു. സോ ഹോം ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അവിടെ വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ISLൻ്റെ ഫിക്സർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ വന്ന ടെൻറ്റേറ്റീവ് ഫിക്സർ പോലെയൊക്കെ തന്നെയാണ് കളികളുടെ ഷെഡ്യൂൾ ഉള്ളത്. ഫെബ്രുവരി 14 മത്സരങ്ങൾ ആരംഭിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. അന്നേ ദിവസം 7:30 FC ഗോവയും ഇന്റർ കാശിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഫെബ്രുവരി 15 ജംഷഡ്പൂർ FCയും മുഹമ്മദൻ SCയും തമ്മിൽ വൈകിട്ട് 5 മണിക്ക് ഏറ്റുമുട്ടുന്നു. രാത്രി 7:30 ബംഗളൂരു FCയും സ്പോർട്ടിംഗ് ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ ഫെബ്രുവരി 16 മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫെബ്രുവരി 16 വൈകിട്ട് 5 മണിക്ക് ഒഡീഷ FCയും പഞ്ചാബ് FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇപ്പോഴും ആ കളിയുടെ ഗ്രൗണ്ട് ഏതാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഒഫീഷ്യൽ ഫിക്സറിൻ്റെ അവസ്ഥ. ഏതായാലും അന്ന് 7:30 ഈസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ മത്സരമുണ്ട്. പിന്നീട് ആ ആഴ്ചയിലെ അവസാന മത്സരം ഫെബ്രുവരി 19 വ്യാഴാഴ്ചയാണ്. മുംബൈ സിറ്റി FCയും ചെന്നൈയിൻ FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രാത്രി 7:30 ആ കളിയുടെ ഗ്രൗണ്ടും TBC എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ കളി തുടങ്ങാൻ ഒരാഴ്ചയൊക്കെ മാത്രം ബാക്കിയുള്ളപ്പോഴുള്ള ISL ഫിക്സറിൻ്റെ അവസ്ഥ. ഇപ്പോഴും പല ഗ്രൗണ്ടുകളും TBC ആണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ ഇപ്പം ഏതൊക്കെ ഡേറ്റുകളിൽ കൊച്ചിയിൽ നടക്കും എന്നാണ് പറയുന്നത് നോക്കാം. ഫെബ്രുവരി 22 സൺഡേ, അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയുമായിട്ട് JLN സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു, കൊച്ചിയിൽ ഏറ്റുമുട്ടുന്നു. രാത്രി 7:30 ആ ഒരു മത്സരമുള്ളത്. അതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമുള്ളത് ഫെബ്രുവരി 28 ഫെബ്രുവരി 28 ഇന്റർ കാശിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് JLN കൊച്ചിയിൽ ഏറ്റുമുട്ടുന്നു. വൈകിട്ട് 5 മണിക്കാണ് ആ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് 7 മാർച്ച് 7 കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയുമായിട്ട് JLN സ്റ്റേഡിയത്തിൽ രാത്രി 7:30 ഏറ്റുമുട്ടുന്നത്. അതിനുശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് 21 മാർച്ച് 21 പഞ്ചാബ് FCയുമായിട്ട് JLN കൊച്ചിയിൽ കളിക്കുന്നു. രാത്രി 7:30 ആ ഒരു കളിയുള്ളത്. അതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നീട് ഏപ്രിൽ 18 മത്സരമാണ്. ഏപ്രിൽ 18 മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയുമായിട്ട് JLN കൊച്ചിയിൽ വൈകിട്ട് 5 മണിക്കാണ് കളിക്കുന്നത്. പിന്നെ ഏപ്രിൽ 23 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഒഡീഷ FCയുമായിട്ട് JLN കൊച്ചിയിൽ 7:30 നടക്കുന്നത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 10 മെയ് 10 മത്സരം മുഹമ്മദൻ SCയുമായിട്ട് JLN കൊച്ചിയിൽ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഈ രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കോഴിക്കോടല്ല, കൊച്ചിയിലാണ് നടക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.